ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നേരമൊക്കെ വെളുത്തു 6 മണി കേട്ടോ സമയം. രാവിലെ 6 മണി ആയിട്ടുള്ളൂ. നല്ല മഴ പെയ്തിട്ടുണ്ട് ഇവിടെ. അത് കാരണം കൊണ്ട് ചെറിയ തണുപ്പൊക്കെ ആയി. ഇവിടെ നിന്ന് ഇങ്ങനെ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. മലയൊക്കെ ഇങ്ങനെ വിസിബിളായിട്ട് ഇങ്ങനെ കാണാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ വെളിച്ചം വന്ന് തുടങ്ങണം, ഒരു ഭാഗത്ത് നിറയെ മഞ്ഞാണ്. മേലെ ഈ ഭാഗത്തൊക്കെ വെളിച്ചായി, ആ ഭാഗത്തൊക്കെ ഇങ്ങനെ കാർമേഘം കൊണ്ട് മൂടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം കൂടിയിട്ട് ഒന്നിച്ച് ചേർന്നിട്ടുള്ള ഒരു ക്ലൈമറ്റ് കേട്ടോ. തണുപ്പുണ്ട് കേട്ടോ, ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. ഇങ്ങനെ മലയും കുത്തുമൊക്കെ ആകുമ്പോൾ ചെറിയ തണുപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ 6 മണിയായി. ഞങ്ങൾ ഇനി ബ്രഷ് ചെയ്ത് അമ്പലത്തിലേക്ക് പോകാനായിട്ട് നോക്കുകയാണ്. എന്ന് വെച്ചാൽ ലേറ്റ് ആയി പോയാൽ പിന്നെ ഇനിയിപ്പോൾ രാവിലെ വെയിലൊക്കെ കുതിച്ച് ആ വെയിൽ നമ്മൾ കൊള്ളാൻ നിൽക്കണ്ടേ, അത് കാരണം കൊണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോട്ടെ. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞങ്ങളെല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പോകാനുള്ള പരിപാടിയാണല്ലോ. അപ്പോഴത്തെ ലൈവ് സ്റ്റാറ്റസ് കാണിക്കുന്ന എത്രയെന്ന് തരും, 3 to 4 hours നമുക്കവിടെ വെയിറ്റിംഗ് വരുമെന്നാണ് പറയുന്നത്. നമ്മളതിൻ്റെ മേലെ കയറിയിട്ട് നമുക്കൊരു വെയിറ്റിങ്ങിന് ഒരു സ്ഥലമുണ്ട്, വെയിറ്റിംഗ് ഹാളുണ്ട്. അപ്പോൾ അതിനകത്ത് 3 to 4 മണിക്കൂർ വരെയാണ് സ്പെഷ്യൽ ടിക്കറ്റിന് ടൈം കാണിക്കുന്നത്. പിന്നെ ഈ 50 രൂപയുടെയും 100 രൂപയുടെയൊക്കെ ടിക്കറ്റ് ഉണ്ടാവില്ലേ, നോർമൽ ദർശൻ എന്ന് പറഞ്ഞിട്ട്, അതിൻ്റെ ടൈം എത്രയാണെന്നറിയോ, 8 to 12 hours. ഇത്രയും ടൈം നമ്മൾ അതിനകത്ത് സ്പെൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് തൊഴുത് ഇറങ്ങാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. എനിക്കത് കേട്ടിട്ട് കിളി പോയിട്ടാണ് ഇരിക്കുന്നത്. കാരണം വെച്ചാൽ ഞാൻ 2 മണിക്കൂർ എക്സ്പെക്റ്റ് ചെയ്തു. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ തിരക്ക് കുറവും, പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് തിരക്ക് കൂടുതലാണെന്ന് പറയുന്നു. നമുക്കറിഞ്ഞുകൂടാ എന്തായിരിക്കും ഇന്നത്തെ സ്ഥിതി എന്നുള്ളത്. പോയി നോക്കാം. ഇപ്പോൾ സമയം 7 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് 1 മണിക്കാണ് ദർശനം കിട്ടിയിരിക്കുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെ ടൈമിംഗ് വെച്ചിട്ട് പോയി തൊഴുത് ഇറങ്ങണം അങ്ങനെയില്ല കേട്ടോ. നമ്മുടെ കയ്യിൽ ടിക്കറ്റ് ഉണ്ടെങ്കിൽ പോകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് വലിയ അറിവൊന്നുമില്ല ഇതിനെ പറ്റിയിട്ട്. ഇന്നിപ്പോൾ പോകുമ്പോൾ മനസ്സിലാവും, നമ്മൾ ആദ്യമായിട്ടാണല്ലോ പോകുന്നത്. പോയി നോക്കാം. അപ്പോൾ ഫുഡൊക്കെ കഴിക്കണം, അതുപോലെ തല മുട്ടടിക്കണം, പിക്കോൻ്റെയും തനുവിൻ്റെയും. അത് രണ്ടും ചെയ്തിട്ട് വേണം നമുക്ക് വെയിറ്റിംഗ് ഹാളിലേക്ക് കയറാനായിട്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് തൊഴുത് ഇറങ്ങാനായിട്ട്. എത്ര മണിക്കൂർ എടുക്കുമെന്ന് എനിക്ക് ഒരു നിശ്ചയവുമില്ല. അത് കഴിഞ്ഞ് കാളഹസ്തി പോകണം. ഇതെല്ലാം കഴിഞ്ഞ് എപ്പോഴാണ് വരികയെന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. എന്താണെങ്കിലും നമുക്ക് നോക്കാം. ഞാൻ പോയിട്ട് പോകാനുള്ള പരിപാടി നോക്കട്ടെ. ഒരു പാക്കറ്റ് പാല് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പാർട്ട്മെൻറ്റ് വരെ വന്നപ്പോൾ. ഞാൻ ചായ ഇടാമെന്ന് വെച്ചു. പാല് തിളച്ചിട്ട് നമുക്ക് ചായ ഇടാം. എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും റെഡിമെയ്ഡായിട്ട് ഇരിക്കുന്നു പോകാൻ വേണ്ടിയിട്ട്. ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡ് ഇനി വന്നിട്ട് വേണം നമുക്ക് പോകാൻ, കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി അവിടെയൊക്കെ ഇറങ്ങിയിട്ട് എങ്ങനെയാണ് സ്ഥിതി എന്ന് അറിയില്ലല്ലോ. എന്താണെങ്കിലും ഇവിടെ വരുന്നവർ രാവിലെ പോണവർ കഴിച്ചിട്ട് പോയിരിക്കും നല്ലത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും മണിക്കൂർ ക്യൂവിനകത്തൊക്കെ ഇരിക്കുമ്പോഴേ നമുക്ക് വിശക്കില്ലേ. കുട്ടികളൊക്കെ കൂടെ ഉള്ളതല്ലേ, അപ്പോൾ നമുക്ക് വിശക്കും. അപ്പോൾ അവർ കരച്ചിൽ തുടങ്ങും. എനിക്ക് അറിഞ്ഞൂടാ. അത് കാരണം കൊണ്ട് കഴിച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അമ്മയൊക്കെ വന്ന സമയത്ത് ഒരു ഗ്രൂപ്പായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന്. അപ്പോൾ ആ സമയത്തും ഇവർ കഴിച്ചിട്ടാണ് മലമുകളിലേക്ക് കയറിയെന്നാണ് അമ്മ പറഞ്ഞത് കേട്ടോ. ഞങ്ങളും അതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാണ് ചെയ്യുന്നത്. പാല് തിളച്ച് വരട്ടെ. അങ്ങനെ പാല് തിളച്ച് വന്നു. നമുക്ക് ചായ ഇല്ലാട്ടോ. ത്രീ റോസസിന്റെ പാക്കറ്റാണ് ഇത്, ചായപ്പൊടി. കോഫി പൗഡർ ഉണ്ട് കേട്ടോ. ഞാൻ രാവിലെ ആയതുകൊണ്ട് ചായ കുടിക്കണമെന്ന് വിചാരിച്ചു. പഞ്ചസാര വെച്ചിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് തരും കേട്ടോ. മഴ ചെറുതായിട്ട് ഇങ്ങനെ തൂളി 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 നിൽക്കുന്നുണ്ട് മഴ. അറിഞ്ഞൂടാ എങ്ങനെയാണെന്നുള്ളത്. ഇന്നലത്തെ ഒരു സ്ഥിതി വെച്ചിട്ട് ഇന്ന് കാലിൽ സോക്സ് ഇട്ടിട്ട് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്ലിപ്പാവുമെന്ന് എനിക്ക് പേടിയുണ്ട്. അറിഞ്ഞൂടെ. എന്നാലും റോഡിലെ നമുക്ക് സോക്സ് ഇടുന്നതായിരിക്കും നല്ലത്. ഭയങ്കര ചൂടാണ്. സോക്സ് ഞാൻ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഇട്ടിട്ട് പോവാം നമുക്ക്. ചൂടിന് ഭയന്നിട്ടാണ് നമ്മൾ ഈ രാവിലെ പുറപ്പെടാമെന്ന് തന്നെ തീരുമാനിച്ചത്. എന്നിട്ട് പോലും ഈ നേരമായിട്ട് ഇറങ്ങാനായിട്ട് പറ്റിയിട്ടില്ല. 7 മണി. പാല് ഞാൻ കുറച്ചിവിടെ ഇങ്ങനെ ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട്, കുട്ടികൾക്ക് കുടിക്കാമല്ലോ. അപ്പോൾ അവർക്കത് കുടിച്ചിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഈ ചായയൊക്കെ തിളച്ച് വരുന്നുണ്ട്. കറക്റ്റ് ആ പാക്കറ്റ് പാകത്തിനാണ് കേട്ടോ 2 ഗ്ലാസ് ചായ ഉണ്ടാക്കാനായിട്ട്. ഇപ്പം നമുക്ക് അങ്ങനെ ചൂട് തോന്നുന്നില്ല കേട്ടോ. മഴ പെയ്തതിൻ്റെ ഒരു ചെറിയ തണുപ്പുണ്ട് ഇവിടെ. ഇപ്പം അങ്ങനെ ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ല നമുക്ക്. ഇനി മേലെ കയറും തോറും സമയം കഴിയും തോറും
വെളിച്ചവും വെയിലും വരും തോറും എങ്ങനെയാണ് സ്ഥിതി എന്നും അറിഞ്ഞൂടാ. എന്നാണെങ്കിലും ഇന്നലത്തെ ഒറ്റ ദിവസത്തെ ചൂട് എൻ്റെ അമ്മ എനിക്ക് തോന്നുന്നു ഇവിടെ 48 ഡിഗ്രി സെൽഷ്യസോ അങ്ങനെ എന്താണ് ചൂട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത്രയും ചൂടാണ്. എൻ്റെ കാലിലൊക്കെ തൊലി പോയിട്ടുണ്ട് കേട്ടോ ഈ ചൂട് കാരണം. നമ്മുടെ റോഡിൽ നമ്മൾ കാല് പൊള്ളിയിട്ട് കാലിൻ്റെ അടിയിലേക്ക് തൊലി വരെ പോയിട്ടുണ്ട്. അത്രയും ചൂടാണ്. നമുക്ക് ചെരുപ്പിടാൻ പറ്റില്ലല്ലോ. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ആ ലോക്കറിലേക്ക് വരുന്നവരെ നമുക്ക് ചെരുപ്പിടാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ല. അതുവരെ നമ്മൾ നടക്കണം. കാലിങ്ങനെ വെക്കുമ്പോണ്ടല്ലോ പൊള്ളിയിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എൻ്റെ മക്കളൊക്കെ എൻ്റെ കൈ പിടിച്ച് ഓടിയത്, അല്ലെങ്കിൽ അവരും എടുത്തിട്ട് ഓടേണ്ടി വന്നത്. എന്താണെങ്കിലും ഇന്നലത്തെ ദിവസം ഒരു വല്ലാത്ത ദിവസമായിരുന്നു. തൊഴുക എല്ലാം നമ്മൾ നല്ല സുഖമായിട്ട് അധികം വരിയൊന്നും നിൽക്കാണ്ട് എല്ലാം നടന്നെങ്കിലും ഈ കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ചായ തിളച്ചു വന്നു കറക്റ്റ് സമയം വർത്താനം പറഞ്ഞിട്ട്. പാത്രം എല്ലാ ഐറ്റംസും കൂടിയിട്ടുള്ള ഒരു ഫുൾ പാക്കേജ്. നമ്മളുടെ അടുക്കള ജീവിതം നമ്മൾ എവിടെ പോയാലും തുടർന്നുകൊണ്ടേയിരിക്കണം. അപ്പോൾ ചായ റെഡി. നമുക്ക് കപ്പെടുത്തിട്ട് അതിലേക്ക് ഒഴിക്കാം. കപ്പെല്ലാം രാത്രി നമ്മൾ കഴുകി വെച്ചിട്ടുണ്ടാണ്. ഷർട്ടായിട്ട് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കപ്പെല്ലാം. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു. അപ്പവും ഇഡ്ഡലിയും പൂരിയും ഒക്കെ ആയിട്ട് നമ്മുടെ വീട്ടിലെല്ലാവരും നല്ല ഒത്തൊരുമയോട് കൂടിയിട്ട് പലതരം ഫുഡ് ഓർഡർ ചെയ്തു. അപ്പോൾ അതിൻ്റെ പാക്കിംഗ് ആണ് കാണിച്ചത്. PS എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മൾ മേടിച്ചത്. ഫുഡിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ആരും പേടിക്കേണ്ട കാര്യമില്ല. ഇവിടെ വന്നിട്ട് എനിക്കൊരു ടെൻഷൻ ഫുഡ് നന്നാവൂ എന്നുള്ളതായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് നമ്മൾ കഴിച്ച എല്ലാ ഫുഡും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. പിന്നെ നല്ല റെസ്റ്റോറൻറ്റ് കയറി കഴിക്കുക അല്ലെങ്കിൽ നല്ല റെസ്റ്റോറൻറ്റിൽ ഓർഡർ ചെയ്ത് കഴിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇവിടെ PS എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ഭയങ്കര ഫേമസ് ആണ്. അതുപോലെ നമ്മൾ ഈ താമസിക്കുന്നതിൻ്റെ അടുത്തൊരു ധാബ ഉണ്ടായിരുന്നു. അവിടെയും അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ താഴത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കാരണം കൊണ്ട് അതിൻ്റെ എന്തോ കാര്യങ്ങൾ പറയാൻ വേണ്ടി ശരത്തേട്ട അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. തനിക്കുട്ടി കണ്ടോ മൊബൈൽ ഫോൺ അലൗഡ് അല്ലാത്ത കാരണം കൊണ്ട് അവൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് കളിക്കാൻ എന്തെങ്കിലും വെള്ളം ബിസ്ക്കറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ യാത്ര തുടരുന്നു തിരുപ്പതിയിലേക്ക്. പിന്നെ പോകുന്ന വഴിയെ പറ്റിയിട്ട് അങ്ങനെ യാതൊരു ടെൻഷനും വേണ്ട. നല്ല റോഡെന്ന് പറഞ്ഞാൽ അത്രയും നല്ല റോഡാണ്. ഇത് കണ്ട ഗവൺമെൻറ്റിൻ്റെ ബസ്സാണ് കേട്ടോ, ആന്ധ്രാപ്രദേശിൻ്റെ. അപ്പോൾ അവരുടെ വക നമുക്ക് വേണമെങ്കിൽ ആ ബസ്സിൽ ബുക്ക് ചെയ്തിട്ട് നമുക്ക് പോകാം. ഇവിടെ ബാംഗ്ലൂരിൽ നിന്നാണെങ്കിലും കർണാടകയുടെ KSRTCയും പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയും നമുക്ക് ബുക്ക് ചെയ്തിട്ട് പോവാം. അപ്പോൾ ചെക്കിംഗ് ആണ് പിന്നത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ലഗേജ് ഉണ്ടെങ്കിൽ ഒരു സെപ്പറേറ്റ് ചെക്കിങ്, അല്ലാതെ കാറ് ചെക്ക് ചെയ്യും, നമ്മളെ ഓരോരുത്തരെയും വിളിച്ചു കൊണ്ടുപോയിട്ടും ചെക്ക് ചെയ്യും. ഇതൊക്കെയാണ് അവിടെ ചെക്കിങ്ങിൻ്റെ 1-2 സ്ഥലത്ത് രീതികൾ. വലിയ ക്യൂവും കാര്യങ്ങളൊന്നും ഞങ്ങൾ പോയ അന്ന് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളിതേ ചെക്കിങ്ങിന് വേണ്ടിയിട്ട് കയറുകയാണ്. നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങി ഇതാ കണ്ടോ അവിടെ പെണ്ണുങ്ങളൊക്കെ നിൽക്കുന്നത് ആ വരിയിലേക്ക് പോയി നടന്ന് പോകണം കേട്ടോ. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽസ് വാട്ടർ ഇല്ലാത്തതുണ്ടെങ്കിൽ അവരെടുത്ത് തൂരിക്കളയും. അങ്ങനെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിതേ മലമുകളിലേക്ക് പോകണം. ഇത് ഹെയർ പിൻ ആണ് കേട്ടോ. അപ്പം ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് വേണം പോകാനായിട്ട്. ചെക്കിംഗ് എന്ന് പറഞ്ഞപ്പോൾ ലഗേജ് ഉള്ള വണ്ടികൾ സെപ്പറേറ്റ്, അല്ലാതെയുള്ള കാറ് ജീപ്പ് നമ്മൾ സാധാരണ ആൾക്കാർ മാത്രം പോകുന്നത് വേറെ സെപ്പറേറ്റ്, ബസ് സെപ്പറേറ്റ്, അങ്ങനെ എല്ലാം സെപ്പറേറ്റ് ലൈനുകളായിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ലഗേജ് ഒന്നും ഇല്ലല്ലോ. അപ്പം അത് കാരണം കൊണ്ട് വേഗം ചെക്കിങ് കഴിഞ്ഞു. നമ്മൾ ഇത് കൂടാതെ ഒരു ചെക്കിങ് ഉണ്ട് ജെൻസും വുമണും സെപ്പറേറ്റ് ആയിട്ട് കേട്ടോ. പിന്നെ എന്തെങ്കിലും പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടെങ്കിൽ, വെള്ളം ഉണ്ടെങ്കിൽ കുപ്പി കളയില്ല, അല്ലാണ്ടുള്ള വെള്ളം ബോട്ടിലൊക്കെ ഉണ്ടാവില്ലേ വെറുതെ വെച്ചിട്ടുള്ളത്, അതൊക്കെ എടുത്ത് അവർ വെളിയിലേക്ക്. പ്ലാസ്റ്റിക് പ്രോഹിബിറ്റഡ് ആണ്, അതായത് നോ പ്ലാസ്റ്റിക് സോൺ ആണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് എന്ത് പ്ലാസ്റ്റിക് സാധനം കണ്ടാലും വിത്തൗട്ട് വാട്ടർ ഉള്ള ബോട്ടിൽസ് ഒക്കെ ആണെങ്കിൽ അവരെടുത്ത് പുറത്തേക്ക് എറിയും. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്ത് പോവാണ് കേട്ടോ. വലിയ തിരക്ക് ഇപ്പോൾ റോഡിൽ കാണാനായിട്ടില്ല. മേലെ ഞങ്ങളിതേ പോവാണ് കേട്ടോ. ഞാൻ അധികം സംസാരിക്കുന്നില്ല. എനിക്ക് ഇങ്ങനെ ഹെയർ പിന്നൊക്കെ കയറുമ്പോൾ മൊബൈലിൽ ഇങ്ങനെ നോക്കിയിരുന്ന് എനിക്ക് തലവേദന വരും, പിന്നെ വോമിറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അത് കാരണം കൊണ്ട് ഇനി മേലെ എത്തിയിട്ട് മൊബൈൽ വാങ്ങിച്ച് വെക്കുമെന്നാണ് പറഞ്ഞത്. അപ്പം അത് വെച്ചില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. മേലെ കയറിക്കൊണ്ടിരിക്കുന്നത് ഇതിനി 1 മണിക്കൂറുണ്ട് അല്ലേ? അരമണിക്കൂറുണ്ട് കേട്ടോ ഇനി മേലെ നമ്മൾ കയറി എത്താനായിട്ട്.
അങ്ങനെ ചെക്കിങ് കഴിഞ്ഞ് നമ്മൾ മേലേക്ക് ഇങ്ങനെ ഹെയർ പിൻ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇത് 1 വേ ആണ്. നമുക്ക് തിരിച്ചിറങ്ങുന്നത് മറ്റൊരു വഴി കൂടിയാണ്. അതുപോലെ 2 വണ്ടിക്ക് സുഗമമായിട്ട് പോകാനുള്ള അത്രയും വീതി റോഡിനുണ്ട്. കാറിലാണ് പോകുന്നതെങ്കിൽ കാറ് മേലേക്ക് കയറ്റാം. ചിലർക്ക് അങ്ങനെ ഒരു സംശയം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ചേർത്തായിട്ട് പറഞ്ഞ ഒരു പ്രശ്നമില്ല. അത് ഞാൻ ആദ്യമായിട്ട് പോണതിൻ്റെ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ വളരെ സ്മൂത്തായിട്ട് പോകാൻ പറ്റും. അത്രയും ധനികരായിട്ടുള്ള എന്താ പറയുക അമ്പലങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യയിൽ തിരുപ്പതി എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ജനങ്ങൾക്ക് സുഗമമായ രീതിയിൽ പോയി തൊഴുതു വരാനായിട്ട് ഉണ്ടാക്കി വയ്ക്കാമോ അതെല്ലാം അവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രീംലി ക്ലീനാണ്. നമുക്കത് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഇല പോലും അവിടെ ഇടാനായിട്ട്, ഒരു കടലാസ് കൊണ്ട് പോലും അവിടെ ഇടാനായിട്ട് നമുക്ക് തോന്നില്ല. അത്രയും നീറ്റായിരുന്നു. ഞാൻ ഈ അടുത്ത് പോയ അമ്പലങ്ങളിൽ ഏറ്റവും നീറ്റ് ഈ ഒരു സ്ഥലമാണ് കേട്ടോ. ഓരോ പ്ലേസും ഓരോ മുക്കും മൂലയും വരെ ക്ലീൻ ആയിരുന്നു. അത് ക്ലീൻ ചെയ്യാനായിട്ട് പ്രത്യേകം ആളുകളും ഉണ്ടായിരുന്നു. അപ്പം നമ്മളിതേ കാറൊക്കെ പാർക്ക് ചെയ്ത് ഇവിടെ പാർക്ക് ചെയ്ത് നമുക്ക് തലമുണ്ടനം ചെയ്യാനായിട്ട് പോവാം കേട്ടോ. അപ്പോൾ അതിനൊരു സെപ്പറേറ്റ് സ്ഥലമുണ്ട്. അവിടെ നമ്മളിങ്ങനെ ക്യൂ നിൽക്കണം. അത് നമ്മൾ ചെല്ലുന്ന സമയത്തിനനുസരിച്ച് ഞങ്ങൾ ചെന്നപ്പം ഒരു അരമണിക്കൂർ ക്യൂ നിൽക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ കുഴപ്പമില്ലാത്ത കരച്ചിയാത്ത കുട്ടികളാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇത് പിക്കുന്നതിനും കണ്ട നല്ല ഹാപ്പി ആയിരുന്നു. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, അത് പലരും കെയർ ചെയ്യാത്തൊരു കാര്യമാണ്. അതായത് നമ്മൾ നമ്മുടെ കുട്ടികളുടെ അടുത്ത് പറയണം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നത്. നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ വന്നിരിക്കും നമ്മൾ തലമുണ്ടനം ചെയ്യാനും ഭഗവാനെ തൊഴാനോ എന്നുള്ളത് ഞാൻ മുൻകൂട്ടി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് അവർക്കത് പ്രശ്നമില്ല. ഞാൻ പലതവണ അത് റിപ്പീറ്റായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അവർക്കറിയാം ഈ ക്യൂ നിൽക്കുന്നത് അവരുടെ തലമുടി ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് കേട്ടോ. അവരത് കാരണം കൊണ്ട് യാതൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം നമ്മളിതാ അകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്ക് ഫ്രീ ആണ് തലമുടി ഷേവ് ചെയ്യാൻ. പക്ഷെ അവർ ചെയ്യുന്ന ഒരു ജോലിയാണല്ലോ അതെന്ന് വിചാരിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു സന്തോഷത്തിന് ഒരു 100 രൂപ അങ്ങനെ കൊടുത്താൽ നല്ലത് കേട്ടോ. അപ്പം നമ്മൾ കൊടുത്തായിരുന്നു. അത് ചെയ്യണം, അതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ബ്ലേഡും കാര്യങ്ങളൊക്കെ അവർ തന്നെ തരും. ഫ്രീ ഓഫ് കോസ്റ്റാണ്. നമ്മുടെ തല ഷേവ് ചെയ്യണതിന് പൈസ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമ്മൾ ചെയ്യാത്ത കാരണം കൊണ്ട് എനിക്കത് ഉറപ്പില്ല കേട്ടോ. അങ്ങനെ കേട്ട പോലെ എനിക്കൊരു തോന്നി. അപ്പോൾ മക്കൾ കണ്ടോ നല്ലതായിട്ട് ഇരുന്ന് കൊടുത്തു അവർ പറയണതിനനുസരിച്ച്. അത് കാരണം കൊണ്ട് തലമുടി എടുത്തപ്പോഴും അങ്ങനെ പൊട്ടേ മുറിയേ ഒന്നും ചെയ്തിട്ടില്ല. തനുകുട്ടിയാണ് ഭയങ്കര ഭക്തിയോട് കൂടിയിട്ട് തൊഴുതിരുന്നിട്ടായിരുന്നു അത്രയും നേരം ചെയ്ത് തീരുന്ന അത്രയും നേരം ഇരുന്നത് കേട്ടോ. അപ്പോൾ ഫൈനലി ഇതേ മൊട്ടപ്പിക്കൂന് കണ്ടോ. തനുകുട്ടി 1 വയസ്സുള്ളപ്പോഴും പറഞ്ഞിട്ടില്ല മുടി പഠിക്കാൻ. തൊഴുതിരിക്കണ കണ്ടോ, തൊഴുതിരിക്കണ കണ്ടടാ സുന്ദരി. അങ്ങനെ മുട്ട അടിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവിടെ തന്നെ ബാത്റൂംസ് ഉണ്ട്. അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ 2 ചേച്ചിമാർ നിൽപ്പുണ്ടായിരുന്നു കുട്ടികളെ ആണെങ്കിൽ കുളിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരെ കുളിപ്പിച്ച് നമ്മൾ പുറത്തേക്ക് ഡ്രസ്സൊക്കെ മാറി പുറത്തേക്ക് ഇറങ്ങി. ഇവിടെയൊക്കെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിക്കുന്നു വേണ്ട. അങ്ങനെ വീണ്ടും നമ്മൾ മേലേക്ക് കയറുകയാണ് കേട്ടോ. ഇനി അങ്ങനെ നമ്മൾ കാർ പാർക്കിംഗ് തപ്പിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മേലേക്കിട്ട്. ഇവിടെ നിന്ന് ഒരു അരമണിക്കൂർ 20 മിനിറ്റ് മറ്റോ ഉള്ളോട്ട് മേലേക്ക് കയറി ഇവിടെ എത്താനായിട്ട്. നമ്മളിതേ അവിടെ കാർ പാർക്കിൻ്റെ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയും നമുക്ക് സ്റ്റേ അവൈലബിൾ ആണ്. അതെങ്ങനെ ബുക്ക് ചെയ്യാമെന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഇവിടെയും ഇഷ്ടംപോലെ ബിൽഡിങ്സ് ഉണ്ട് ഇതുപോലെ താമസിക്കാനുള്ള സൗകര്യമായിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. പക്ഷേ തിരുപ്പതിയിൽ മാത്രം ദർശനം നടത്താൻ വരുന്നവരായിരിക്കും ഇത് കൂടുതൽ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മൾ ATC കാർ പാർക്കിങ്ങിലേക്ക് വന്നു. അവിടെയാണ് നമ്മൾ കാർ പാർക്കിംഗ് ചെയ്തത്. അപ്പോൾ പേരും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ മറന്നുപോയാൽ പണിപാളും. അങ്ങനെ മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ട് അകത്തെ ബാക്കിയുള്ള വീഡിയോസ് കാർ പാർക്കിംഗ് തൊട്ടുള്ളത് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇത് നമ്മൾ തൊഴുത് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം എടുത്ത വീഡിയോ ആണ്. ഭഗവാനെ ഇനിയിപ്പോൾ കാണാൻ ആർക്ക് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു രൂപമാണ് കേട്ടോ ഭഗവാനുള്ളത്. ഇത് A to Bയിൽ വച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇതിനേക്കഴിഞ്ഞ് ഭയങ്കര ഭംഗിയാണ് ഭഗവാനെ കാണാനായിട്ട്. എന്നാലും ഞാൻ പറയാം ഈ ഒരു രൂപത്തിലാണ് ഇരിക്കുന്നത്. ഇതിനേക്കഴിഞ്ഞ് ഒരുപാട് വലുതാണ് എന്ന് മാത്രം. അങ്ങനെ ആനന്ദഭവനിൽ കയറി നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് ഇരുന്നു. അപ്പോൾ വിഭവസമൃദ്ധമായിട്ടുള്ള വെജിറ്റേറിയൻ താലിയാണ് നമ്മൾ കഴിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ താലി കഴിക്കാനായിട്ട്. കുറേ കറികൾ ഇങ്ങനെ നിരന്നിരിക്കുമ്പോൾ നല്ല രസമല്ലേ കാണാനായിട്ട്. ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ മെനക്കെട്ട പണിയായ കാരണം കൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം മാത്രമേ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളൂ വീട്ടിൽ. അപ്പോൾ അങ്ങനെ ഞാൻ ദേ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. നല്ല വിശപ്പായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ.
തിരുപ്പതി ടു കാളഹസ്തി നമുക്ക് ബൈ റോഡ് 1 hour ജേർണി ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മളൊരു 3 മണിയോട് കൂടിയിട്ട് കാളഹസ്തിയിൽ എത്തിയിട്ടായിരുന്നു. ഇതാണ് ആ ടെമ്പിൾ, വൈറ്റ് കളറിൽ കാണുന്നത്. ചുറ്റുപാടായിട്ട് 1-2 ടെമ്പിൾ വേറെയുണ്ട്. അപ്പോൾ അവിടെയും ഫോൺ അലൗഡ് അല്ല. അങ്ങനെ അത് കാരണം കൊണ്ട് നമ്മൾ അവിടെ നിന്ന് തൊഴുത് പെട്ടെന്ന് ഇറങ്ങി. അവിടെ നമ്മളെ പറ്റിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാർ കാണും. പക്ഷേ കയറി ചെന്നിട്ട് ക്യൂവിനനുസരിച്ച് ടിക്കറ്റ് എടുത്താൽ മതിയാവും. ഞങ്ങൾ വരി നിൽക്കാതെ ഇരിക്കാൻ വേണ്ടി 300 രൂപയുടെ ടിക്കറ്റാണ് എടുത്തത് കേട്ടോ. അങ്ങനെ അവിടെ തൊഴുത് ഇറങ്ങി തിരിച്ച് റോഡിൽ വരുന്ന വഴി കണ്ടതാണ് ഈ കാഴ്ച. ഇത് കണ്ടാൽ ഞാൻ വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങോട്ട് പോകുമ്പോഴേ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തിരിച്ച് വരുമ്പോൾ ശരത്തേനോട് അയ്യോ വണ്ടി നിർത്തണേ എന്ന് പറഞ്ഞ് ഓളി ഇട്ടപ്പോഴത്തേക്കും ശരത്തേനെ വണ്ടി നിർത്തി. എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ ഇന്ന സാധനം എന്നൊന്നില്ല. എന്നാൽ എൻ്റെ മനസ്സിലൊരു സാധനം ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. 550 രൂപയാണ് അതിന് വില പറഞ്ഞത് കേട്ടോ. പിന്നെ എപ്പോഴെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെയുള്ള എല്ലാ ഐറ്റത്തിനും ഭയങ്കര റേറ്റ് ആയിരുന്നു. ഇങ്ങനെ മീൻ ചട്ടി, വിഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ ഭംഗിക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ വീട്ടിൽ എവിടെയെങ്കിലുമൊക്കെ ഷോ പീസായിട്ട് വെക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ബുദ്ധ, മൺകുടങ്ങൾ, കൂജ, മീൻ ചട്ടി, പല തരത്തിലുള്ള ചട്ടികൾ, ഫ്ലവർ വേസ്, അതുപോലെ ഒരുപാട് രൂപങ്ങൾ ഗാർഡനിലും വീടിനകത്തും എവിടെ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടായിരിക്കുന്ന രീതിയിലുള്ള പല സാധനങ്ങളും കൂജ കണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഹാങ്ങിങ്ങിൻ്റെ ഒക്കെ വീടിൻ്റെ മുന്നിലൊക്കെ ഇടാനായിട്ട് അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. വില കേട്ടിട്ടുണ്ടെങ്കിൽ തലകറങ്ങി വീഴും. അവർ ഡബിളും ട്രിപ്പിളും ഒക്കെ പറയും. നമ്മൾ വില പേശി ബുദ്ധിപൂർവ്വം യുക്തിപൂർവ്വം നമ്മൾ അതിൻ്റെ ഹാഫ് ആക്കിയിട്ട് എടുക്കണം. ഞാൻ ഒരുപാട് സാധനമൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ. വാങ്ങിച്ചത് എന്താണ് എന്നുള്ളത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ അടുത്ത് 1300 രൂപ വില പറഞ്ഞിട്ട് ഞാനത് 700 രൂപയ്ക്കാണ് വാങ്ങിച്ചത് കേട്ടോ. അങ്ങനെയാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ ശരത്തേട്ടൻ എന്താ അത് പൊതിഞ്ഞ് മേടിക്കാനായിട്ട് നിൽക്കുകയാണ്. എനിക്ക് ഇനി 1-2 ഐറ്റമൊക്കെ മേടിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ തൽക്കാലം ഇത് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഓരോരോ സാധനങ്ങളാകുമ്പോൾ നമുക്ക് ഒരുപാട് പൈസ ചിലവാക്കി അയ്യോ പൈസ പോയേ എന്ന് കരുന്ന് നിലവിളിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചു. ഇത് കണ്ടോ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വയനാട്ടിൽ പോയിട്ട് വരുമ്പോൾ ഇതുപോലത്തെ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലിരിപ്പുണ്ട്. അത് നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അത് കാരണം സെയിം ആയതുകൊണ്ട് പിന്നെ മേടിക്കാഞ്ഞത്. അപ്പോൾ ഇതൊക്കെ കണ്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ നടന്ന് ഇതൊക്കെ എൻ്റെ ഒരു സന്തോഷമാണ്. ഇങ്ങനെ കൊച്ചു സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ മേടിച്ച് നമ്മൾ തിരിച്ചു പോന്നു. ഇപ്പോൾ സമയം 5:30 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലാറ്റിൽ തിരിച്ചെത്തി, മേലെല്ലാം കഴുകി ഉടുപ്പെല്ലാം മാറി ഇപ്പോഴാണ് കാലത്ത് എണീറ്റതിന് ശേഷം ഒന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല സുഖമായിട്ട് തൊഴുത് സന്തോഷമായിട്ടാണ് അവിടെ നിന്ന് തിരിച്ചു വന്നത്. എവിടെയും നമുക്ക് ഒരു ഡിലേയും ഉണ്ടായിട്ടില്ല കേട്ടോ. അത്രയും നമുക്ക് എന്താ പറയുക ലക്കുള്ളൊരു ദിവസമായിരുന്നു. നമ്മുടെ ഇവിടുന്ന് പോകുമ്പോൾ നോക്കിയപ്പോൾ 3 to 4 hours ഒക്കെയാണ് ലൈവായിട്ട് അവിടെ ഒരു വെയിറ്റിംഗ് പീരീഡ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെ ഒന്നും ആയില്ല. നമ്മൾ 12 മണിയാകുമ്പോഴേക്കും ഒരു 10-10:30 ആയില്ലേ നമ്മളവിടെ എത്തിയപ്പോൾ. 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞ് നമ്മൾ തൊഴുത് പുറത്തേക്ക് ഇറങ്ങി. ഭയങ്കര സന്തോഷം. ഞങ്ങൾക്ക് ഒരു റഷോ ഒരു തിക്കും തിരക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. സമാധാനമായിട്ട് തൊഴുതിറങ്ങാൻ പറ്റി. അത് കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ചിട്ടാണ് കാളഹസ്തി പോയത്. അപ്പോൾ കാളഹസ്തി തൊഴുതു. അവിടെയും തിരക്കൊന്നുമില്ലായിരുന്നു. പിന്നെ നമ്മൾ ഉള്ളിൽ ചെല്ലുമ്പോഴല്ലേ നമുക്ക് അവിടുത്തെ തിരക്ക് എത്രയാണെന്നൊക്കെ അറിയുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളെ അടുത്ത് ഇങ്ങനെ വന്ന് ചോദിക്കും കേട്ടോ, ഏത് ടിക്കറ്റ് വേണോ, 50-ൻ്റെ വേണോ, 300-ൻ്റെ വേണോ, 500-ൻ്റെ വേണോ എന്നൊക്കെ. നമ്മൾ ഓപ്റ്റ് ചെയ്തത് 300 രൂപയുടെ മതി എന്ന് പറഞ്ഞിട്ട് അതിലാണ് കയറിയത്. അപ്പോൾ നമുക്കൊരു ഗൈഡ് നമ്മളെ ഇങ്ങനെ ഗൈഡ് ചെയ്ത് എവിടെയൊക്കെ തൊഴാം അങ്ങനെ ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞു തരും. അങ്ങനെ നമ്മൾ തൊഴുത്. നമ്മൾ ആദ്യത്തെ പ്രാവശ്യമല്ലേ, അപ്പം നമുക്കൊരു പിടുത്തുണ്ടാവില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ 500 രൂപയുടെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. 300-500 ഏകദേശം ഒരുപോലെയാണ്. അപ്പോൾ അങ്ങനെ കുട്ടികൾക്കൊന്നും എവിടെയും ടിക്കറ്റ്സിന് ചാർജസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതെല്ലാം കുഴപ്പമില്ല കേട്ടോ. അതിന് നമുക്ക് പൈസ കൊടുക്കണം. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ 2 പേരല്ലേ ഉള്ളൂ. അങ്ങനെ തൊഴുത് സന്തോഷമായിട്ട് ഇറങ്ങി വന്ന കാര്യം ഭംഗിയായിട്ട് നടന്നു. അത് വേറൊരു അനുഗ്രഹം. അങ്ങനെ ഇന്നത്തെ ക്ലൈമറ്റ് ആണെങ്കിലും വലിയ ചൂടൊന്നും ഇല്ലായിരുന്നു. ഒരു 12 നമ്മൾ തിരുപ്പതി ഇറങ്ങിയതിന് ശേഷമാണ് ശരിക്കും ചൂടൊക്കെ വന്നത് കേട്ടോ. എന്നുവെച്ചാൽ ഇന്നലത്തെ അത്ര ഇല്ല കേട്ടോ. ഇങ്ങനെ കമ്പയർ ചെയ്ത് നോക്കിയാലും ഇന്നലെ കൊണ്ട വെയിലിൻ്റെ അത്ര ഇന്ന് നമ്മൾ കൊള്ളേണ്ടി വന്നില്ല. കാരണം ആ കാലത്ത് രാത്രിയും എല്ലാം മഴ പെയ്ത് ഒന്ന് തണുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വ്യത്യാസം ഇന്ന് ശരിക്കും ഉണ്ടായിരുന്നു. കുട്ടികളാണെങ്കിലും ക്ഷീണിച്ചൊന്നുമില്ല. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇനി മുട്ടയെല്ലാം അടിച്ചിട്ട് ഈ വെയിലും കൊണ്ട് വല്ല അസുഖമൊക്കെ വരുമാവുമെന്ന്. ഒന്നും ഉണ്ടായില്ല. നല്ല ഹാപ്പി ആയിട്ട് എല്ലാവരും തൊഴുത് സന്തോഷമായിട്ടാണ് ഇറങ്ങി വന്നത് കേട്ടോ അമ്പലത്തേന്. കാളഹസ്തിയിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫ്ലാറ്റിലെത്തി.
ഇനിയിപ്പോൾ എന്താ, എന്തെങ്കിലും ചായയോ സ്നാക്സ് എന്തെങ്കിലും കഴിക്കണം. അത് കഴിഞ്ഞ് കയറി ഒന്ന് കിടക്കണം. കുറച്ച് ടയേർഡായി പോയിട്ടുണ്ട്. എന്നുവെച്ചാൽ രാവിലെ എണീറ്റിട്ടുള്ള യാത്ര, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്രകൾ തന്നെയല്ലായിരുന്നു. അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇനി ഇവിടെ നിന്ന് ഇനി ഒരു 4 മണിക്കൂറുണ്ട് ബാംഗ്ലൂർക്ക്. അപ്പോൾ ഇനിയും വണ്ടി ഓടിച്ച് നമ്മൾ പാതിരാത്രിയാവും അവിടെ എത്തുമ്പോൾ. ഇനി അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നൊരു ദിവസം കൂടി ഫ്ലാറ്റിൽ ഒരു ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. എന്താണെങ്കിലും ഇനി നാളെ രാവിലെ നമുക്ക് പോവാം. അതുവരെ റെസ്റ്റ്. ഞാൻ അകത്തേക്ക് പോട്ടെ, അവർ എന്താ ചെയ്യണമെന്ന് നോക്കട്ടെ. എല്ലാവരും കുളിച്ച് മേലെല്ലാം കഴുകി എല്ലാവരും ഇരിപ്പുണ്ട്. എന്താ ചെയ്യണമെന്ന് നോക്കട്ടെ കേട്ടോ പോയിട്ട്. ഞാനിവിടെ ഈ സൂര്യാസ്തമയം കാണാൻ വേണ്ടി വന്നതാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കാണിച്ചു തരാം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് അകത്തേക്ക് പോകാം. രാത്രി ഒരു 7:30 ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് കഴിച്ച് നേരത്തോടുകൂടി കിടക്കണം. കാരണം രാവിലെ നമ്മൾ കഴിഞ്ഞിട്ട് തിരിച്ച് ബാംഗ്ലൂരിലേക്ക് ഡ്രൈവ് ഉള്ളതാണല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് കുട്ടികളോടൊപ്പം വേഗം തന്നെ കഴിച്ചു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി. അങ്ങനെ ട്രൂ ലൈഫ് റെസിഡൻസിയോട് ബൈ ബൈ പറഞ്ഞ് നമ്മൾ പോവാണ്. വളരെ നല്ല സർവീസായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാം. ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതിയാവും കേട്ടോ. നല്ല സർവീസായിരുന്നു. റെൻറ്റും 2800 രൂപയാണ് വിത്ത് ടാക്സ് ആയത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ച് യാത്രയിലാണ്. അപ്പോൾ പകുതി ഞാൻ ഓടിച്ചു, പകുതി ശരത്തേട്ടൻ ഓടിച്ചു. അങ്ങനെ ഇപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഈ ലോങ് ജേർണിയൊക്കെ പോകുമ്പോൾ ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ പിന്നെ കഷ്ടപ്പെട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ലൈസൻസ് എല്ലാം പൊടി തട്ടി ഇങ്ങനെ ഇരിക്കേണ്ടി വരില്ലേ. അത് കാരണം കൊണ്ട് ഇപ്പം ഞാൻ അങ്ങ് കയറി ഡ്രൈവ് ചെയ്യും. ഇനി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ആദ്യം കുറേ നാൾ എടുക്കുമ്പോൾ ഒരു ചെറിയ പേടിയുണ്ടായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ, നന്നായിട്ട് തന്നെ പോകുന്നു. അങ്ങനെ എൻ്റെ ഓരോരോ ആഗ്രഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും നന്ദി, നമസ്കാരം.